മീനില്ലാതൊരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക് ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ താരം എന്ന് പറയുന്നത് നമ്മുടെ കോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരു 5-6 എടുത്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇടണേ. മൺചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ. അതിലേക്ക് ഒരു സവാളയും പിന്നെ തക്കാളിയാണ് കേട്ടോ നുറുക്കിയിടേണ്ടത്. നമ്മൾ സാധാ മീൻ കറിയൊക്കെ വെക്കില്ലേ, അരച്ച് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക് ഉണ്ടായിരിക്കുക. നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ. അതിനുശേഷം നമ്മൾ അരപ്പാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങയിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ അരപ്പൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കാനുണ്ട്. വാളംപുളി തന്നെ ഇട്ടാൽ മതി, കുടംപുളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഏതുപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ അമ്മ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ നേരെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചട്ടി അതിൻ്റെ മേലെ വെക്കുകയാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് അതിലെ കോവയ്ക്കും തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡി ആവും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇളക്കി നോക്കുകയാണ് കേട്ടോ, റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ നേരെ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരൊറ്റ പരിപാടിയേ ഉള്ളൂ, ഇതൊന്ന് വറുത്തിടണം എന്നുള്ളത്. അപ്പോൾ ഉള്ളിയൊക്കെ എടുത്തിട്ട് മൂപ്പിച്ചിടുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടോ. ഇനി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ നേരെ ഇത് കറിയിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയുന്നത്. ഈ ഒരു കറി നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്യാൻ ആരും മറക്കരുത്. വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കോവയ്ക്കയും കൂടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കോവയ്ക്കയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മാങ്ങ ഇട്ടിട്ടും പരീക്ഷിക്കാം കേട്ടോ. പക്ഷേ മാങ്ങ ഇടുമ്പോൾ നമ്മൾ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ മാങ്ങയിൽ തന്നെ പുളി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കോവയ്ക്കക്കറി വേറൊരു ടേസ്റ്റാണ്. ഇതെന്തായാലും ട്രൈ ചെയ്യാൻ ആരും മറക്കില്ല. ഞാൻ പിന്നെയും പറയുന്നത് എന്താ പറയുക, ഇത് അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതാ ഞാൻ ചോറിൻ്റെ കൂടെ അത് എടുക്കുകയാണ് കേട്ടോ. ഞാൻ അന്ന് 2 പ്രാവശ്യമാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ.